സോ ഹായ് അമിതാഭ് സായി. അപ്പം CUET PG 2024 റിസൾട്ട് വന്നപ്പം നാഷണൽ ടോപ്പറായി മാറിയിരിക്കുകയാണ്. 295 ഔട്ട് ഓഫ് 300. അപ്പോൾ ഒരുപക്ഷെ അമിതാഭ് സായിയെ സംബന്ധിച്ച് ഇപ്പോൾ കാറ്റിൽ 95% എന്നിരുന്നാലും ഈ ഒരു മൊമെന്റിൽ നാഷണൽ ടോപ്പർ എന്ന് പറയുമ്പോൾ ഇത്രയും അധികം വിദ്യാർത്ഥികൾ എഴുതിയ മറ്റൊരു പരീക്ഷയില്ല ആക്ച്വലി MBA പോലെ. അപ്പം, ആ, ആ ഒരു ഫീലിംഗ് എന്താണ്? ആദ്യമായിട്ട് പറയേണ്ടത് വളരെ താങ്ക്ഫുൾ ആണ്. ആരായാലും മെന്റേഴ്സ് ആയാലും കൂടെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആയാലും പ്രൊഫൈസിനോടും ഇതേപോലെ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എളുപ്പമായിരുന്നു, എക്സാം എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഓവറോൾ ഡിഫിക്കൽറ്റി ലെവൽ കുറവായതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് പ്രതീക്ഷ ഒന്നും വച്ചിരുന്നതല്ല. ബട്ട് താങ്ക്ഫുള്ളി നല്ല മാർക്ക് കിട്ടി. സോ ഫീലിംഗ് വളരെ എക്സൈറ്റഡ് ആണ്. ഓക്കെ. സോ നമുക്ക് അങ്ങനെ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യാം. അമിതാഭ് സായിയെ പറ്റി ഒന്ന് ഷോർട്ട്ലി പറയാമോ? ഷുവർ. എൻ്റെ പേര് അമിതാവ് എന്നാണ്. ഞാൻ തിരുവനന്തപുരത്താണ് എൻ്റെ സ്ഥലം. ഞാനിപ്പോൾ PG 2021 കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പലവിധ എക്സാംസും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ബാങ്ക് എക്സാംസ്, അതേപോലെ തന്നെ ഈ ടിസ്, ഈ CUET PG പോലെ തന്നെ മറ്റുള്ള MBA എക്സാംസ്, അതായത് സാറ്റ്, കാറ്റ്, അതേപോലത്തെ അതർ മാനേജ്മെന്റ് എക്സാംസും എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ എഴുതി, ഇപ്പം റിപ്പീറ്റ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ കാറ്റിന്റെ ഒരു റിസൾട്ട് വന്നു. കാറ്റിൽ 95% ഈ പറഞ്ഞ പോലെ വന്നു. അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ടിസ് എഴുതി ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ റിസൾട്ട് വരുന്നത്. ഓക്കെ. സോ ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ച് വരുമ്പോൾ നമുക്ക് പൊതുവേ അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള സിലബസും തന്നെയുള്ള ഒരു പരീക്ഷയല്ല MBAയുടേത്. കോമൺ ആയിട്ടുള്ള സിലബസ് എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിച്ച വിഷയങ്ങളിൽ നിന്നൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേൺ ഒക്കെയാണ് പരീക്ഷയുടേത്. അപ്പോൾ 4 പ്രധാനപ്പെട്ട സെക്ഷൻസ് ഉണ്ട്. ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ഉണ്ട്, ലോജിക്കൽ റീസണിംഗ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അപ്പം അമിതാവിന്റെ ആ ഒരു സ്ട്രാറ്റജി ഒന്ന് പറയാമോ? അതായത് നാലും ടാക്കിൾ ചെയ്യുന്നതിൽ യൂസ് ചെയ്ത, കാരണം ഇതിൽ നോക്കുമ്പോൾ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ തെറ്റിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാം ശരിയായ സ്ഥിതിക്ക് നമ്മുടെ മറ്റ് സ്റ്റുഡൻസിനായിട്ടും വ്യൂവേഴ്സിനായിട്ടും കൂടെ ആ ഒരു സ്ട്രാറ്റജി ഒന്ന് പറയാമോ? എന്റെ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ റീസണിങ്ങും ക്വാണ്ടിലും ഒരു കാരണവശാലും ഒന്നും തെറ്റാൻ പാടില്ല, ഫുൾ ശരിയാക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് കാറ്റോ അല്ലെങ്കിൽ സാറ്റോ അതേപോലെ ടഫ് ലെവലിൽ വരുന്ന എക്സാമേ അല്ല. വളരെ ഈസി ബേസിക് ലെവലിൽ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ എഴുതാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് കുറച്ചൊരു മോക്ക് ടെസ്റ്റ് പോലെ വേറെ, കാരണം ഇത്തവണ എഴുതിയപ്പോൾ CUET PG ഇത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ ടിസ്സിനാണ് ട്രൈ ചെയ്യുന്നത്, ടിസ്സിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ HRM പ്രോഗ്രാമിന്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ടിസ് നെറ്റ് എന്ന് പറഞ്ഞ വേറെ പ്രത്യേക എക്സാം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ. പക്ഷെ ഇത്തവണ അതെ. CUET PG വഴിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബാങ്ക് എക്സാംസിനും ഈ പറഞ്ഞ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ SBI ക്ലർക്ക് അല്ലെങ്കിൽ IBPS ക്ലർക്ക്, ഇതിന്റെ മെയിൻസ് എക്സാം ഉം. ആ ലെവൽ പോലും വരുന്നില്ല ഇത്. ബട്ട് ഉം. ടു ബി എന്താ പറയുക, ഓൺ ദ കംഫർട്ടബിൾ സൈഡ്, ആ ഉം. ഒരു ലെവലിലാണ് ഞാൻ പഠിച്ചു പോയത്. ഉം. അപ്പം അത് എൻ്റെ ഒരു ഉദ്ദേശത്തിൽ അത് മോർ ദാൻ ഇനഫ് ആണ്. നിങ്ങൾ ആസ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ലെവലിൽ പഠിച്ചു പോയത് IBPS ക്ലർക്കും SBI ക്ലർക്കിന്റെ മെയിൻസ് ലെവൽ, ഉം. റീസണിങ്ങും ക്വാണ്ടും ഡാറ്റ ഇന്റർപ്രിട്ടേഷനുമാണ് ഈ അതാണ് പറയുന്നത്. അമിതാഭിനെ ഹെൽപ്പ് ചെയ്ത ഏറ്റവും കൂടുതൽ. ഓക്കെ, ഗ്രേറ്റ്. അപ്പം പിന്നെ ഇനി ചോദിക്കാനുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ CUET PGയിലൂടെയുള്ള ഈ ഒരു MBAയുടെ എക്സാമും ആൻഡ് ബാക്കി കാറ്റ് എഴുതിയിട്ടുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പം എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം? പറഞ്ഞ പോലെ കുറച്ച് കാറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു പരീക്ഷയാണ്. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ചാലഞ്ചസ് നമ്മുടെ CUET PGയിലേക്ക് വരുമ്പം MBA എന്നൊരു പരീക്ഷ ആ ഒരു എക്സാമിനുണ്ടോ? കാറ്റും ടിസ്ന ഈ CUET PG നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് വരുന്ന ഡിഫറൻസ് എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടി ലെവല് വളരെ കുറവാണ്. ടിസ്നെറ്റില്, സോറി, CUET PGയിൽ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർഡ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാറ്റില് സെക്ഷണൽ ടൈമിങ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ സെക്ഷണൽ അതിനുള്ളിൽ ടൈമിങ്സിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. തീർക്കണം. പക്ഷേ CUET PGയിൽ അതില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് വേഗം നിങ്ങൾക്ക് ചെയ്തു പോയിട്ട് റീസണിങ്ങും ഈ പറഞ്ഞ പോലെ ക്വാണ്ടും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും കുറച്ച് എക്സ്ട്രാ ടൈം എടുത്താലും കുഴപ്പമില്ല എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കോമ്പറ്റീഷൻ നല്ല കുറവാണ്. നല്ല കുറവെന്ന് വെച്ചാൽ മറ്റുള്ള CUET PG എക്സാംസ് വെച്ച് കുറച്ച് കൂടുതലായിരിക്കും. ബട്ട് സ്റ്റിൽ ഇത്തവണ തന്നെ 74,000 സ്റ്റുഡൻസ് എഴുതിയിട്ടുള്ളൂ. അതെ. അപ്പൊ അങ്ങനെ ഒരു ഇതുകൊണ്ട്. പിന്നെ എന്നെ പോലെ സപ്പോസ് നിങ്ങൾക്കിപ്പോ എന്താ പറയാ, കുറച്ച് ഗ്യാപ്പ് ഇയേഴ്സ് ഉണ്ട്, അല്ലെ വർക്ക് എക്സ്പീരിയൻസ് ഇല്ല, അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് മറ്റുള്ള എക്സാംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നെങ്കിൽ ഈ ഒരു ഇതില് അങ്ങനെ വലുതായിട്ട് മാറ്റർ ചെയ്യത്തില്ല. എസ്പെഷ്യലി ഞാൻ ഓക്കെ. പറയുന്നത് ടിസ് നോക്കുന്നവരെ കോളേജിലെ സംബന്ധിച്ച്. HRM, അതെ, HRM പ്രോഗ്രാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് വലുതായിട്ട് മാറ്റർ ചെയ്യൂല. അങ്ങനെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എക്സാമിന് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ബട്ട് അത് കഴിഞ്ഞ് ഈവൻ
ഓൾസോ എന്താ പറയുക ഇന്റർവ്യൂ ഹേർഡിൽ അങ്ങനെ കാണും. പിന്നെ അത് ഉം നിങ്ങൾ എയിം ചെയ്യുന്ന കോളേജസ് പോലെ ഇരിക്കും. അത് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പൊ പറയുമ്പം അങ്ങനെ ഷോർട്ട്ലി പറയുകയാണെങ്കിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയാണ് CUET PG. പക്ഷേ കുറച്ച് നേരത്തെ തുടങ്ങി ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് പോകേണ്ടതുണ്ട്. അതെ, തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷുവർ ആയിട്ടും നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ കൊണ്ടുവരാൻ പറ്റും. പറ്റുന്ന എക്സാം തന്നെയാണ്. ഒരു സംശയമില്ല. ഓക്കെ. സോ ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കമ്മിങ് ടു, അതായത് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർ അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കമ്മിങ് ടു പ്രൊപ്പോയ്സിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊപ്പോയ്സ് ഇൻ ടോട്ടൽ അമിതാഭിന് എങ്ങനെയായിരുന്നു ഹെൽപ്പ് ചെയ്തിരുന്നത്? ഞാൻ ഈ എക്സാംസ് ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ പല പല ഡൊമൈൻസിലുള്ള എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ എനിക്ക് എന്താ പറയാ ഒരു സ്ട്രക്ചേർഡ് വേയിൽ അതിന്റെ അപ്ഡേറ്റ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യാനായിട്ട്, മീൻസ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത്രയും സമയം പാഴാവുകയാണ്. പക്ഷേ പ്രപ്വൈസിന്റെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അതാത് സമയത്ത് അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഏതൊക്കെ കോഴ്സ് ഏതൊക്കെ എക്സാമിന് സ്യൂട്ടബിൾ ആണെന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞ ഞാൻ ജനറൽ MBA ആണ് നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആയിരുന്നു നമ്മുടെ ഫ്രീ സെഷൻസ് ഉണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പൊ അത് കാരണം തന്നെ നമുക്ക് കുറെ ഒരുവിധം ബേസിക്സ് ടു മോഡറേറ്റ് ലെവൽ അതിൽ കവർ ചെയ്തു പോയി. സോ ഇതൊക്കെ കൊണ്ട് വളരെ താങ്ക്ഫുൾ ആണ് പ്രപ്വൈസിന്. പ്രപ്വൈസ് ഒരു എന്താ പറയാ വലിയ ഭാഗം തന്നെ വഹിച്ചിട്ടുണ്ട് ഈ സക്സസിൽ, ഒരു സംശയമില്ല. ഓക്കെ. സോ താങ്ക്സ് ഫോർ യുവർ ടൈം അമിതാഭ്. അപ്പം ഇനി അഡ്മിഷൻ്റെ കാര്യമൊക്കെ എനിക്ക് തോന്നുന്നു അത് പിന്നീടായിരിക്കും തീരുമാനിക്കുക. ഓൾറെഡി പല ഇൻ്റർവ്യൂസും കഴിഞ്ഞിരിക്കുകയാണ് CAT-ൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഏതാണെങ്കിലും നല്ലൊരു ഏറ്റവും ബെസ്റ്റ് വിചാരിച്ചൊരു കരിയറിലേക്ക് തന്നെ എത്തിപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്.